ക്രീസിൽ പതറാതെ വേഗതയിലുള്ള ബോളിനെ നേരിട്ട ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം കല്ലട ജലോത്സവ മേളയ്ക്കെത്തിയത് ആവേശവും ഒപ്പം അഭിമാനവും നൽകി. ജലോത്സവത്തിന് ആദ്യമായാണ് ഒരു ക്രിക്കറ്റ് താരം എത്തുന്നത്. ആവേശവും വാശിയും വാനോളം ഉയർന്ന വള്ളംകളി മത്സരം കാണികൾക്കൊപ്പം അസ്രുദ്ദീൻ വീക്ഷിക്കുമ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ദൃശ്യമായിരുന്നു. മത്സരത്തിന്റെ അവസാനം വരെ കാത്തുനിന്ന കാണികളുടെ ആവേശപ്രകടനത്തിൽ അസ്രുദ്ദീനും പങ്കാളിയായി. വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുമ്പോൾ ക്രിക്കറ്റ് താരത്തിന്റെ മുഖത്ത് അഭിമാനമായിരുന്നു. തിങ്ങി നിറഞ്ഞ സദസ്സിനും കാണികൾക്ക് മുന്നിൽ പകൽ 2:30 അസ്രുദ്ദീൻ മകനുമൊത്താണ് എത്തിയത്. ഉദ്ഘാടന യോഗത്തിൽ ചെറിയ പ്രസംഗത്തിന് ശേഷം മത്സരത്തിന്റെ ഓരോ ഭാഗവും സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. മത്സരങ്ങൾ നടക്കുമ്പോഴും ക്രിക്കറ്റ് പ്രേമികൾക്ക് ഹസ്തദാനം നൽകാനും ഫോട്ടോ എടുക്കുന്നതിനും അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്രേമികളും ഇത്തവണ ജലോത്സവത്തിനെത്തിയിരുന്നു. കേരളത്തിന്റെ സൗന്ദര്യമാണ് ജലോത്സവങ്ങൾ. ക്രിക്കറ്റിന്റെ വാശിക്കപ്പുറം ഒരു ദേശത്തിന്റെ കൂട്ടായ്മയാണ് ജലോത്സവങ്ങളെന്നും അസ്രുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ മുൻ താരത്തിന്റെ വാക്കുകൾ വൻ കരഘോഷത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. ഇനിയും ഞാൻ കേരളത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജലോത്സവ കാണികൾ ഇരു കൈയും ഉയർത്തി അസ്രുദ്ദീനെ അഭിവാദ്യം ചെയ്തു. ക്രിക്കറ്റ് രംഗത്ത് ഒരു കാലത്ത് ഇന്ത്യയുടെ അവസാന വാക്കും താരവുമായിരുന്നു അസ്രുദ്ദീൻ. ചരിത്ര മുഹൂർത്തത്തിൽ മുൻ കായിക താരത്തിന്റെ നിറസാന്നിധ്യം കല്ലട ജലോത്സവത്തെ ആവേശത്തിന്റെ പരമോന്നതയിലെത്തിക്കുകയായിരുന്നു. ക്യാമറാമാൻ ജയമോഹൻ തമ്പിക്കും സജീവ് സൈലാബ്ദിനുമൊപ്പം BR ശ്രീകുമാർ.